സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റൈറ്റർ ആൻഡ് വൈറ്റ് ടാരോ അക്കൗണ്ട് എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. മൂന്നാമത്തെ കാര്യം എന്ത് ഇന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. നമുക്ക് ഹീറോഫൻ്റ് എന്ന് പറയുന്ന ഊർജ്ജമാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഊർജ്ജമാണ്. ഇതിൽ നമ്മൾ കാണുന്നത് പോപ്പിനെയാണ്. ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റസ് കോ, പാരമ്പര്യം എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. അതായത് ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മുടെ സ്ട്രക്ചറുകൾ എല്ലാം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും നമ്മൾ പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യതയില്ല. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഫൗണ്ടേഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കും. നല്ലൊരു ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്. അതേപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പലർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നൊരു ഊർജ്ജവും ഇതിലേക്ക് വരുന്നുണ്ട്. ഇന്ന് എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. ഇതും ഒരു മേജർ ആർക്കാന കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ശക്തി എന്ന് പറയും. ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പലതരം വികാരങ്ങളുണ്ട്. പൊതുവേ നമ്മൾ മസിൽ സ്ട്രെങ്ത്താണ് പറയാറുള്ളത്. പക്ഷേ നമ്മൾ ടാരോയിൽ പറയുന്നത് ശക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശക്തിയാണ്, സ്വാധീന ശക്തിയാണ്, മറ്റുള്ളവരെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനുള്ള ശക്തിയാണ്. ഇതാണ് ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവേ ഇന്ന് ആരെ നമുക്കെതിരെ വന്നാലും ഒരു സിംഹമാണ് എതിരെ വരുന്നത്. ആ സിംഹത്തെ സ്നേഹത്തോട് തലോടിക്കഴിഞ്ഞാൽ അത് താങ്കൾക്ക് വഴങ്ങിക്കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ നേരിടുന്ന ഏത് ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ മയത്തിൽ സംസാരിച്ച് സോഫ്റ്റായിട്ട് ഇതായി കഴിഞ്ഞാൽ അത് ഇന്ന് നടക്കും. അങ്ങനെ മാത്രമേ ഇന്ന് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ഇന്ന് താങ്കൾക്ക് കിട്ടാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ പുതിയൊരു സ്നേഹം നമ്മളിലേക്ക് വരുന്നതെന്ന് പറയും. അതേസമയം തന്നെ ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു കാർഡാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ശരിക്കും ജീസസ് ക്രൈസ്റ്റ് ലാസ്റ്റ് സപ്പറിൽ ഉപയോഗിച്ചിരുന്ന കപ്പാണിത് എന്നാണ് വിശ്വാസം. അപ്പോൾ പുതിയൊരു ഈശ്വരാധീനം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരാം. അതേപോലെ നമുക്കൊരു സ്നേഹം നമ്മളിലേക്ക് വരാം. നമുക്ക് പുതിയൊരു കാര്യത്തോട് ഇഷ്ടം തോന്നാം. നമ്മൾ ആഗ്രഹിച്ച ചില ഇത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഒരു ഊർജ്ജമാണ് ഇന്ന് താങ്കളിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് താങ്കൾക്ക് ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നൽകുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ.